ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഹെൽത്തി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പി നോക്കാം. നമ്മുടെ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് പ്രധാനമായിട്ടും പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ചിയ സീഡ്സ് ആണ് കേട്ടോ. ചിയ സീഡ്സ് എന്ന് പറയുന്നത് ധാരാളം ഒമേഗ ഫാറ്റി ആസിഡ്, പിന്നെ ഫൈബർ, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മുടെ ഹാർട്ടിന് ഒരുപാട് ഗുണമുള്ള സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഡയബറ്റിക് കുറയ്ക്കുന്നു, പിന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ഇത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഇത് നമുക്ക് ഉപകാരമുള്ള ഒരു സീഡാണ് കേട്ടോ. കണ്ട കുഞ്ഞ് വിത്തായിട്ട് ഇരിക്കുമെങ്കിലും ഒരുപാട് ഉപകാരമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പം ഏകദേശം 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവ് എന്ന് പറഞ്ഞാൽ 20 ഗ്രാമാണ് കേട്ടോ. അതിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതിൽ ഞാനിപ്പം കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാല് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയുടെ അല്പം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഓവർ നൈറ്റ് ഞാനിപ്പം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇത് അത്രയും സമയം വേണം, എങ്കിലേ ഇത് നമ്മുടെ നല്ല വീർത്ത് നമ്മൾ ബബിൾ പോലെ വരും കേട്ടോ. നല്ല ഗുണ്ടുപണി പോലെ വരുവേ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണേ. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണ് വൈറ്റ് ഓട്സ് കൂടെ ഞാനിപ്പം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം പാലൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പാലിൽ കിടന്ന് നമ്മുടെ ഓട്സ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതാണ് പരുവേ. ഇനി ഞാൻ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ഒപ്പം 2 ചെറുപഴം എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാവേ. ഇതാ നമ്മുടെ ചിയ സീഡ് ഒരു രാത്രി മുഴുവനും ഒന്ന് കുതിർത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇത്രയും നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ഉണ്ടല്ലോ, അതൊന്ന് തണുത്ത ശേഷം ഇതിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഡേറ്റ്സും പഴവും ഒക്കെ ഞാനിപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി ഓരോന്നായിട്ട് നമുക്കിതിൽ ചേർക്കാം കേട്ടോ. ആദ്യം പഴം ചേർക്കാം, പിന്നെ ഡേറ്റ്സ് ചേർക്കാം, ഇനി അടുത്ത് മാങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ചേർക്കാം. ഞാനിപ്പോൾ നട്ട്സ് ചേർക്കുന്നില്ല. പിന്നെ കപ്പലണ്ടി എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം കേട്ടോ. എന്ത് ഫ്രൂട്ടും നിങ്ങൾക്ക് ഇത് ചേർക്കാം. അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തണുപ്പിച്ച് തന്നെ കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റുകയാണ് കേട്ടോ. കുറച്ചൊക്കെ തണുത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ എളുപ്പത്തിൽ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രാത്രിത്തെ ഡിന്നറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.